ഹായ്, ഹാപ്പി വിഷു. നമ്മളിപ്പം ഈ അഞ്ചുരുളി മുനമ്പ് കാണാൻ ഒന്ന് പോവുകയാണ് കേട്ടോ. ഇത് കണ്ടോ, വഴി കണ്ടോ, നല്ല വാഹനങ്ങളൊക്കെ നേരത്തെ ഇവിടെ വന്നുകൊണ്ടിരുന്നൊരു വഴിയായിരുന്നു. പക്ഷേ ഇവിടെ വരുന്ന ഗസ്റ്റുകൾ മോശമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഫോറസ്റ്റുകാർ മുകളിൽ ഗേറ്റ് വേലിയൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അത് കാരണം കുറച്ച് നമുക്ക് ഇങ്ങനെ നടന്നു പോവാം, അതായത് അതിൻ്റെ ഒരു ഭംഗിയല്ലേ. അപ്പോൾ നമുക്ക് താഴെ പോയി അഞ്ചുരുളി മുനമ്പിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് കയറി വരാവേ. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോയി നോക്കാം. ഇത് നമ്മൾ മുകളിൽ നിന്ന് അഞ്ചുരുളി മുനമ്പിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതുണ്ട് ഇവിടെ എത്ര നല്ല, നേരത്തെ വാഹനങ്ങളൊക്കെ ഒത്തിരി ഇതിൽ വന്നുകൊണ്ടിരുന്നതായിരുന്നേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ വരുന്ന ഗസ്റ്റുകൾ മോശമായ കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ട് ഇങ്ങോട്ടിപ്പോൾ വണ്ടിയൊന്നും ഇറക്കാൻ പറ്റില്ല. ഞാൻ മുന്നോട്ട് ചെല്ലുമ്പോൾ കാണിക്കാം. ഇവിടെ നേരത്തെ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെ. ഇത് കണ്ടോ, ഇവിടെ വലിയൊരു ഗ്രൗണ്ട് പോലെ തന്നെ കണ്ടോ. ഇവിടെ നേരത്തെ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് തിരിച്ചിങ്ങോട്ടൊക്കെ ഇടാമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ കാടെല്ലാം നശിപ്പിക്കുന്ന രീതി ആക്കിയപ്പോൾ അവരെന്ത് ചെയ്തു, അവിടെ ഗേറ്റ് വെച്ചു. ഇതാ ഇപ്പോഴും ഇവിടെ ഇത് കണ്ടോ, പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കിടക്കുന്നുണ്ടോ. ഇങ്ങനെയൊന്നും ഈ വനത്തിലൊന്നും കൊണ്ടുപോയി ഇടരുത് കേട്ടോ. ഇതുപോലെ ഈ കടുത്ത വേനലൊക്കെ നിൽക്കുമ്പം ഈ വനമൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിലേ നമുക്ക് കുറച്ച് ആശ്വാസമൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ വെയിലത്തുനിന്ന് വന്നു, ഈ കാട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സുഖമുണ്ട്. എന്നുവെച്ചാൽ ഈ മരച്ചാർത്തുള്ളതുകൊണ്ട് വെയിലിൻ്റെ ഒരു പ്രശ്നം ഇതിനിവിടെ ഉണ്ടാകുന്നില്ല. വേനലൊക്കെ കടുത്ത് കഴിഞ്ഞപ്പം കാട്ടിലും രക്ഷയില്ലെന്ന് പറഞ്ഞ പോലെ കരികിലൊക്കെ ഉണങ്ങിക്കരിഞ്ഞ് കിടക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ കാട് വരണ്ടു, എന്നിട്ടും കുറേ പച്ചപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് തന്നെ നമുക്ക് എന്താ ജലാശയം കാണാവുന്നതാണേ. ഇതീ വഴിക്ക് പോയാൽ ഒരു വെള്ളച്ചാട്ടമൊക്കെ കിട്ടുന്നതായിരുന്നു. ഇപ്പോൾ അവിടെ വെള്ളച്ചാട്ടമൊന്നുമില്ല. മഴ 2-3 എണ്ണം പെയ്ത് കഴിഞ്ഞാൽ അവിടെ നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാം. ജലാശയം നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ കണ്ടോ, വെള്ളം തിളയ്ക്കുന്ന പോലെയാണ്, സൂര്യപ്രകാശം അടിച്ചിട്ട്. അതോടുകൂടി ഈ മരത്തിൻ്റെ ചില്ലകളൊക്കെ എന്താ കണ്ടോ, ഉണങ്ങി ഒറ്റ ഇല പോലും ഇല്ലാതെ നിൽക്കുന്നു. നോക്കി, ഈ ഒരു സൈഡ് നല്ല രീതിയിൽ വെയിലടിക്കുന്ന ഒരു മേഖലയാണ്. കുറച്ചങ്ങ് നടക്കാനുണ്ടോ കേട്ടോ. ഇത് കണ്ടോ, ഈ ഭാഗത്തൊക്കെ നല്ലപോലെ വെയിലടിക്കുന്നു കേട്ടോ. ഇപ്പോൾ വെയിൽ കൂടിക്കഴിഞ്ഞപ്പോൾ കാട്ടിലും പറ്റിയാലെന്ന് പറഞ്ഞ പോലെയാണ്. അത്രയും കടുത്ത വെയിലാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഇപ്പോൾ ഇപ്രാവശ്യം അതിശക്തമായ വെയിലാണ്. എല്ലായിടത്തും വെള്ളമൊക്കെ പറ്റി മനുഷ്യനും ബുദ്ധിമുട്ട്, മൃഗങ്ങൾക്കും ബുദ്ധിമുട്ട്, ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ട്. സൂര്യൻ നമ്മളോടൊന്ന് കനിയുന്നില്ലെന്ന് പറഞ്ഞ പോലെ. സൂര്യൻ കനിയുന്നുണ്ടല്ലേ, അതുകൊണ്ടാണല്ലോ ഇത്ര വെയിൽ വരുന്നത്. പ്രകൃതി മൊത്തത്തിൽ നമ്മളോടൊന്ന് കനിയുന്നില്ല. ഇതിലേക്ക് വരുമ്പോൾ സൂക്ഷിച്ച് വരണം കേട്ടോ. ഡേഞ്ചറായ വഴിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വന്നാൽ താഴെ ചെറിയ കൊക്ക പോലുള്ള സ്ഥലങ്ങൾ, അങ്ങോട്ടും ഇങ്ങനെ ചെറിയൊരു പരിക്കുകളൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടേ. ഇവിടെ വന്നപ്പോൾ കുറച്ച് പച്ചപ്പൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇനിയും ഒരു 10-200 മീറ്ററും കൂടെ നമുക്ക് താഴോട്ട് പോകാനുണ്ടേ. വനത്തിനുള്ളിൽ കയറുമ്പോൾ വേറൊരു ഫീലിംഗ് ആണേ. ചീവീടുകളുടെ കരച്ചിലും, ഇപ്പോൾ കാറ്റില്ല, അല്ല ഇളം കാറ്റും മരങ്ങൾ ഇല്ലിയൊക്കെ കൂട്ടി വരയുന്നൊരു സൗണ്ടും, അങ്ങനെ ഒരു രസമുള്ളൊരു അനുഭവമാണ് വനത്തിനുള്ളിൽ നമ്മൾ കടന്നു കഴിഞ്ഞാൽ.
ഈ വനം ഇങ്ങനെ നല്ല പച്ചപ്പായിട്ട് നിൽക്കണമെങ്കിൽ നമ്മളും കൂടെ കുറേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഈ വനത്തിൽ വന്നിട്ട് ഇവിടെ വന്ന് ഈ വേസ്റ്റ് എല്ലാം കൂടെ ഇവിടെ എല്ലാം ഇങ്ങനെ ഇടുവോ, തീ ഇടുവോ, വനനശീകരണം നടത്തുകയൊക്കെ ചെയ്യാതിരിക്കുക. എന്നാലേ ഈ പ്രകൃതിയെ നമുക്ക് കുറച്ചൊന്ന് പിടിച്ചു നിർത്താനും നമുക്കൊരാശ്വാസം കിട്ടാനും ഒക്കെ മാർഗമുള്ളൂ. ഈ വഴിയിൽ നിറച്ചും കണ്ടോ വേരുകളാണേ. ഇവിടുത്തെ മണ്ണൊക്കെ മഴവെള്ളമൊക്കെ വന്ന് ഒഴുകിപ്പോയിട്ട് തെളിഞ്ഞ് നിൽക്കുന്ന വേരുകൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ അഞ്ചുരുളി മുനമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അയ്യടാ, നമുക്ക് കയറാൻ പറ്റില്ലേ? ആ പറ്റുമല്ലോ. കണ്ടോ എങ്ങനെയുണ്ട്? പ്രകൃതിയുടെ വരദാനമായ ഈ വനത്തിനുള്ളിലെ ഒരു പ്രത്യേക ഒരു സ്ഥലമാണ് ഇവിടെ കേട്ടോ. ഒരുപാട് വണ്ണമുള്ള വള്ളികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. രസമല്ലേ കാണാൻ? കാണാൻ രസമാണ്. ഞാൻ ഇറങ്ങിയ പോലെ കയറാൻ പറ്റുമോ, അല്ല കയറിയ പോലെ ഇറങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇറങ്ങി നോക്കാം. നമുക്കിവിടെ ഇന്ന് ഊഞ്ഞാലാടാം. നമുക്കൊന്ന് ഊഞ്ഞാലാടണമെങ്കിൽ അത് പറഞ്ഞു കേട്ടോ. ഈ ഊഞ്ഞാല കയറണമെങ്കിൽ വേണമല്ലോ, ഇച്ചിരി പാടാ. അതുകൊണ്ട് തൂങ്ങി നിൽക്കാം. തൂങ്ങാനും ബുദ്ധിമുട്ടാണ്. അതെല്ലാം ഇരിഞ്ഞിക്കാൻ ഇങ്ങ് പോകുന്നെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ആ പരിപാടി നമ്മൾ വേണ്ടെന്ന് വെച്ചു. എങ്ങനെയുണ്ട്? കൊള്ളാം ഇവിടുത്തെ പരിപാടിയൊക്കെ. ഈ ഒരു മരത്തിൻ്റെ വള്ളി കണ്ടോ ചുറ്റി കിടക്കുന്ന നോക്കി എത്ര മനോഹരമായിട്ടാണ്. രണ്ട് മരത്തിനെ പിടിച്ച് കെട്ടി ഇതുപോലെയാണ്. അപ്പോൾ നമുക്ക് വള്ളിയിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നാലേ താഴോട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റില്ല. നമുക്ക് താഴെ പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. വെള്ളത്തിൻ്റെ കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു കാഴ്ച എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. പോയി നോക്കാം. ഒരു കുറച്ചും കൂടെ ഉള്ളൂ, ഒരു 50 മീറ്ററും കൂടെ മുന്നോട്ട്. ഇതാ അഞ്ചുരുളി മുനമ്പിലേക്ക് നമ്മൾ ഏകദേശം എത്തിപ്പോയി. ഇവിടെ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഒരു ചരിത്രങ്ങളൊക്കെ ഉള്ള സ്ഥലമാണേ. നല്ല ഒരു വൈബല്ലേ. ഇപ്പോൾ നമ്മളൊരു ഉൾപ്രദേശത്തേക്ക് അല്ല ഒരു വെളിമ്പ്രദേശത്തേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു ഇവിടെ നമുക്കൊരു മരം കാണാം കേട്ടോ. ഈ മരത്തിൻ്റെ വേര് കണ്ടോ. ഇത് ചുറ്റോടി ചുറ്റും ഇവിടെ മണ്ണുണ്ടായിരുന്നതായിരുന്നു. വെള്ളം കയറി വന്ന് ഇതിൻ്റെ അടിയിൽ നിന്ന് മണ്ണിനെല്ലാം വലിച്ചുകൊണ്ട് പോയപ്പം മരം ഞാൻ എന്നാലും പോയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വെള്ളം താരതമ്യേന കുറവ് തന്നെയാണ്. ഇവിടെ നമുക്ക് നല്ല അടിപൊളി നീല ജലാശയം കാണാം കേട്ടോ. അതുപോലെ തന്നെ ഇതിന് നല്ല ആഴമുണ്ടേ. ഈ സൈഡിൽ കൂടെ ഒന്നും ഇവിടെ ഒന്നും ഇറങ്ങാൻ ഒരിക്കലും ശ്രമിക്കരുത് കേട്ടോ. To the city streets, we began to feel the fire. We rise like... വനത്തിൻ്റെ ഒക്കെ ഒരു ഭംഗി നമുക്ക് ഈ ജലാശയത്തിൻ്റെ സൈഡിൽ കൂടെ നോക്കുമ്പോഴാണ് കിട്ടുന്നത് കേട്ടോ. താഴെ വെള്ളത്തിൽ ഇറങ്ങിയവർ ഇതുവരെ കയറി പോയിട്ടില്ല കേട്ടോ. നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയി നോക്കാവേ. ആ ഇവിടെ താഴേക്ക് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഓ അപ്പുറത്തെ ഭാഗമൊക്കെ ശരിക്കും തെളിഞ്ഞു കിടക്കുവാണേ. ഇവിടെ എല്ലാം മീൻ പിടിക്കുന്നവരുടെ To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher.
ഇവിടെ നിൽക്കുന്ന ഈ മരങ്ങളൊക്കെ കണ്ടോ, ഇതിനൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണേ. ഇതിന് ചോട്ടിലിപ്പം കുറേ ഹെൽമെറ്റും ബാഗുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കാണാൻ വന്ന പിള്ളേർ സെറ്റിൻ്റെ ആയിരിക്കും മിക്കവാറും ഇത്. ഇതിൻ്റെ അകത്തൊരു ഹോളൊക്കെ ഉണ്ടേ. ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നൊരു മേഖല ഇത് കേട്ടോ. നല്ല മഴയത്ത് ഈ ഇല്ലിത്തുറുവിൻ്റെ ഒപ്പമൊക്കെ ഇവിടെയൊക്കെ വെള്ളം കയറി നകന്നു പോകുന്ന സ്ഥലമാണേ. ഇത് കണ്ടോ, നല്ലൊരു ഇല്ലിത്തുറു നമ്മൾ നേരത്തെ കണ്ടില്ലേ. ഈ ഇല്ലിത്തുറു ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കയറി ഇതാ ഇവിടെയൊക്കെ കംപ്ലീറ്റ് വരുന്ന ഒരു സ്ഥലമാണ്. എന്നുവെച്ചാൽ അത് മഴക്കാലത്ത് കർക്കിടക മാസത്തിലൊക്കെ മഴ പെയ്ത് വെള്ളം ഡാമിലേക്ക് വല്ലാതെ നിറഞ്ഞു വരുന്ന ഒരു സമയത്താണ് ഈ ഇവിടെ വരെയൊക്കെ വെള്ളം കയറി വരുന്നത്. ഇപ്പം ഇവിടെ എല്ലാം ഉണങ്ങിക്കിടക്കുക, ഉണങ്ങിക്കരിഞ്ഞ പുല്ലും ഒക്കെയാണ്, വെള്ളം ഒത്തിരി താഴെയാണ്. നമ്മളിപ്പോൾ ഇവിടെ കണ്ടോ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടോ, എന്നാ അടിപൊളിയല്ലേ. ഇവിടെ എത്ര സിനിമയും പിന്നെ ആൽബങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണെന്നറിയോ. To the city streets, we began to feel the fire. We rise like. ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോട്ടമതിൽ പോലെയാണ്. കല്യാണത്തണ്ട് മലനിരകളും ഒക്കെ നമുക്ക് കാണാവുന്നത്. ഇതിന് ടോട്ടലി കല്യാണത്തണ്ട് മലനിരകൾ എന്നാണ് പറയുന്നത്. അതങ്ങനെ പോയി നമ്മുടെ കാൽവരി മൗണ്ട് ആ ഭാഗത്തേക്ക് കടന്നു പോയി ഒരു ഒറ്റ മലയായിട്ട് ഇതങ്ങനെ പോയിരിക്കുകയാണ്. നെടുനീളം പല പല കുന്നും ചെരുവുകളൊക്കെ ആയിട്ട് അങ്ങ് ഇടുക്കിയുടെ കുറവൻകുറത്തി മലയുടെ ആ ഭാഗത്തേക്ക് ഇത് ചെല്ലുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അറ്റത്തുനിന്ന് അങ്ങ് ചെന്ന് കഴിയുമ്പം അവിടെ വരുന്നത് കുറത്തി മലയാണ്. അതിൻ്റെ അപ്പുറത്താണ് കുറവൻ മലയുള്ളത്. അത് തമ്മിൽ യോജിപ്പിച്ചപ്പോഴാണ് ഇടുക്കി ഡാം ഉണ്ടായത്. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഇവിടെ ഈ ചാരി നിൽക്കുന്ന ഈ കല്ലുണ്ടോ, ഇതൊരു സാധാരണ കല്ലൊന്നുമല്ല. ഇത് പണ്ട് ഇവിടെ ജനവാസം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. മുനിയറകളുടെയൊക്കെ ബാക്കിയായിട്ടുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലേ തന്നെ ഇവിടെ ജനങ്ങൾ താമസം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇടുക്കി ഡാമും മറ്റു കാര്യങ്ങളൊക്കെ വന്നത്. അതുപോലുള്ള ഒരുപാട് കല്ലുകളും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ മുനിയറകൾ മാത്രമല്ല ബാക്കിയുള്ളത് വേറെ കുറച്ച് തെളിവുകളും കൂടെ ഇവിടെ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതും കൂടെ കണ്ടുവരാം. ഇത് കണ്ടോ, ഒരുപാട് കല്ലുകൾ ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന നമുക്ക് കാണാം. ഇവിടേക്കൊക്കെ വെള്ളം കയറി വന്നിട്ടും ഈ കല്ലൊന്നും പോകാതെ ഇവിടുത്തെ ഈ മണ്ണിൽ തന്നെ ഇതിങ്ങനെ ഉറച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പഴയ കാലത്തിൻ്റെ ഒരു ബാലൻസായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. മുനിയറകളുടെയൊക്കെ ബാക്കിയൊക്കെ ആയിട്ട് ആ ഒരു കല്ലിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടോ. ശരിക്കും പറഞ്ഞാൽ അതിന് നമ്മൾ ഒരാളുടെ പൊക്കമുണ്ട് ഇപ്പം നിലത്തുന്നതിന് 5 അടിയിൽ മേളിൽ പൊക്കമുണ്ട് അതിന്. അപ്പം അതിനെക്കാട്ടി കൂടുതലായിട്ട് ഇവിടെ ഇത് ആ മണ്ണിനടിയിൽ താന്ന് കിടപ്പുണ്ടാവും. ഇതുപോലുള്ള കുറേ പഴയ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഇതുകൊണ്ട് ഈ കല്ലിൻ്റെ ഒരു പൊക്കം കണ്ടോ, ശരിക്കും പറഞ്ഞാൽ എന്നെക്കാട്ടി പൊക്കമുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ മഴയൊക്കെ അവിടെ നിന്ന് വരുന്നെങ്കിൽ ഇതിന് അടിയിൽ കയറി ഇങ്ങനെ മഴ നനയാതെ ഇരിക്കാനൊക്കെ പറ്റുമേ. അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഈ കല്ലിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് താഴെ കുറച്ച് നന്നങ്ങാടികളൊക്കെ കാണാൻ പറ്റും. ആ മൺതിട്ടേ കൂടെയൊക്കെ ചില സമയങ്ങളിൽ കാണാൻ പറ്റും. നമുക്ക് ഇറങ്ങി നോക്കാം, കാണാൻ പറ്റുമല്ലോ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts. മുനിയറകളുടെ ആ കല്ലുകൾ ഇതാ ഇവിടെ വീണ്ടും കാണാം കേട്ടോ. അതുപോലെ ഈ നന്നങ്ങാടിയൊക്കെ ഇരുന്നത് ഈ ഭാഗത്ത്. ഇതുകൊണ്ടോ, ഇതൊക്കെ ആ നന്നങ്ങാടി ഇരുന്ന ആ ഭാഗത്ത്. എന്തോ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ കുപ്പിയുണ്ട് കയറ്റിയേക്കണം, പ്ലാസ്റ്റിക് കുപ്പി. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ.
ആ നന്നങ്ങാടിയുടെ ആ ഒരു ഭാഗം നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. പഴയ കാലത്തെ യോദ്ധാക്കളായിട്ടുള്ള ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ അസ്ഥിയെല്ലാം കൂടെ ഒരു മൺകുടത്തിലാക്കി ഈ മണ്ണിനടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകും. അതിങ്ങനെ കാലക്രമേണ മണ്ണിനടിയിൽ കിടന്ന് ഇതുപോലെ വെള്ളമൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാവും. ഇത് കണ്ടോ, ശരിക്കും ഒരു ബീച്ചിൻ്റെ അവസ്ഥയിലായി ഇപ്പം ഇവിടെ. നല്ല പഞ്ചസാര പോലത്തെ മണ്ണല്ല മണലാണ് കേട്ടോ. വർഷങ്ങളായിട്ട് വന്ന് അടിഞ്ഞു കിടക്കുന്നതാണേ. ഇത് കണ്ടോ, ഒരു നന്നങ്ങാടി വെച്ചതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ആൾക്കാർ കുത്തിക്കൊണ്ട് പോയതാണോ തന്നെ പൊട്ടിപ്പോയതാണോ എന്നറിയത്തില്ല. ഒരു മൺകുടത്തിൻ്റെ ആകൃതി കാണാൻ പറ്റുന്നുണ്ടോ? അത്രയും വലിപ്പമുള്ള കുടത്തിനകത്താണ് ഈ യോദ്ധാക്കളൊക്കെ മരിച്ചു കഴിയുമ്പോൾ അവരുടെ അസ്ഥിയും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് അവർ മണ്ണിനടി കുഴിച്ചിരുന്നത്. പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നു. ഇതുകൊണ്ടോ, മണ്ണിങ്ങനെ സ്റ്റെപ്പായിട്ടാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഓരോ സ്റ്റെപ്പായിട്ട് ഈ വെള്ളം ഇറങ്ങി പോകുമ്പോഴേ അതിങ്ങനെ പടവായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. പഴയ കാലത്തുണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ കുറ്റിയുണ്ടോ, അത് വെള്ളം കയറി ദ്രവിച്ചിട്ട് ഇപ്പോൾ ഇത്രയും അതിൻ്റെ ബാലൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കരുത് കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ ഒരു തരം പ്രത്യേക സൈസ് മണ്ണാണേ. ഇതുണ്ടോ, നല്ല താഴ്ചയുണ്ട് താഴോട്ട്. അതിലേ അങ്ങനെ അങ്ങ് നമ്മൾ താന്നു അവിടെ ഈ സൈഡ് ചവിട്ടി കഴിഞ്ഞാൽ താന്നു പോവേ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings. ഇത് കണ്ടോ, സൂര്യൻ്റെ ആ പ്രഭ വെള്ളത്തിലോട്ട് വന്നിട്ട് ഒരു സ്വർണ്ണത്തിൻ്റെ നിറം പോലെ നമുക്ക് കാണാൻ പറ്റുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ശരിക്കും ഇപ്പോൾ ഒരു ബീച്ചിലൊക്കെ പോയ അതേ ഒരു കണ്ടീഷനാണ് ഇവിടെ. നല്ല പഞ്ചസാര മണലും വെള്ളം നമ്മുടെ അടുത്ത് തിട്ടായിട്ടുള്ള മണൽത്തിട്ടകളും ഒരുപാട് ഭംഗിയായി ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം കേട്ടോ. ഇനി നമുക്കേ അപ്പുറത്തെ സൈഡിൽ പോകാം. അവിടെ കുറച്ച് പേര് മീൻ പിടിക്കുന്നുണ്ടേ. ആ മീൻപിടുത്തമൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇവിടേക്ക് നിങ്ങൾ വരുമ്പോൾ ഞാൻ നേരത്തെ വല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വെള്ളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കരുത് കേട്ടോ. ഇത് നല്ല കുഴിയായിരിക്കുമേ. ആ കുഴിയിൽ പെട്ടുപോയാൽ പിന്നെ ചെളിയെല്ലാം കൂടെ ആയിട്ട് നമുക്ക് കയറി വരാൻ ഭയങ്കര പ്രയാസമായിരിക്കുമേ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. ഇത് കണ്ടോ, ഇതൊരു പുറ്റാണ് കേട്ടോ. ഈ ഒരു മേഖല മുഴുവൻ ഒരു തരം പ്രത്യേകതരം പുറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് മീൻപിടുത്തക്കാരുടെ ഒരു കൂടാരമാണിത്. അപ്പോൾ പയ്യൻ അവനവിടെ കയറി നോക്കും അവിടെ എന്നാ ഉള്ളതെന്ന്. ഇതാണ് മീൻപിടുത്തക്കാരുടെ കൂടാരം കണ്ടോ. അവർ രാത്രിയൊക്കെ ഇവിടെ വന്നിരുന്ന് മീൻ പിടിച്ച് വെളുപ്പിനെയാണ് പോകുന്നത് കേട്ടോ. ചിലപ്പം മെനക്കെട്ടാൽ അവർക്ക് ലാഭമായിരിക്കും, ചില ദിവസം മെനക്കെട്ടാൽ കാര്യമായിട്ടൊന്നും കിട്ടിയെന്ന് വരികയില്ല. പക്ഷേ അങ്ങനെ ഒരു നഷ്ടം സംഭവിച്ചായിട്ട് അവർ പറഞ്ഞിട്ടില്ല. അവരുടെ പണിക്കൂലിയൊക്കെ കിട്ടുവിടുന്നു. ഇവിടെ നമുക്ക് ഈ ഇച്ചിരി വൈകുന്നേരമായിട്ട് വരുവാണെങ്കിൽ ഉണ്ടല്ലോ, ഇതുപോലെ ഇവിടെ ഇരുന്ന് നമുക്ക് ഈ കാറ്റും ഒക്കെ കുറച്ച് ആസ്വദിച്ച് നല്ല ഇച്ചിരി തണുപ്പൊക്കെ കൊണ്ട് പോകാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ എന്ന് പറയുന്നത് 35-40 ഡിഗ്രി ചൂടിലല്ലേ നിൽക്കുന്നത്. അപ്പം ഇവിടേക്ക് വന്നിരുന്ന് കഴിയുമ്പോൾ നമുക്കൊരു വൈകുന്നേരത്തെ സമയങ്ങളിലൊക്കെ ഒരു ഇളം കാറ്റൊക്കെ അവിടെ ആ വെള്ളത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കിട്ടും കേട്ടോ. അഞ്ചുരുളി ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് 5 ഉരുളികൾ ഇങ്ങനെ കാണാൻ പറ്റും. അതിലെ കുറേ ഉരുളികൾ അവിടെ 5 ഉരുളി എന്ന് പറഞ്ഞാൽ 5 മൊട്ടക്കുന്നുകളാണ്. അതിലൊന്നാണ് അവിടെ കാണുന്നത്. അതുപോലെ കുറച്ചെണ്ണം ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഒരെണ്ണം നേരെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ആ കാണുന്നത് അതിൻ്റെയൊക്കെ മുകളിൽ കൂടെ ഒക്കെ മഴക്കാലത്ത് വെള്ളം കയറി മറിയുന്നതാണേ. അപ്പോൾ നമുക്ക് ഈ ജലം മാത്രമേ കാണത്തുള്ളൂ, വേറെ ഒന്നും കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഏതാണ്ട് ഇടുക്കി ജലാശയത്തിൽ ഈ വെള്ളം കിടക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 60 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതുള്ളത് കേട്ടോ. അപ്പോൾ ഈ അഞ്ചുരുളി മുനമ്പിലെ കാഴ്ചകൾ ഇത്രേ ഉള്ളതെന്ന് ചോദിച്ചാൽ ഇത്രയല്ല കേട്ടോ. ഇനിയും കുറേ കാഴ്ചകൾ കൂടെ ഒക്കെ അപ്പുറത്തെ സൈഡിലായിട്ട് ഈ കരടികള്ളം എന്ന് പറഞ്ഞൊരു സ്ഥലമൊക്കെ ഉണ്ട്. നമുക്ക് സമയം കുറവായത് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നീട് ഒരു ദിവസം നമുക്ക് ആ കരടികള്ളം എന്ന് പറഞ്ഞ ഭാഗത്ത് അവിടെ കരടി കയറിയിരിക്കുന്ന ഗുഹ പോലുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഒരു പ്രാവശ്യം ഏതായാലും അവിടെ പോയി ഒന്ന് കാണണം. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുകയാണ്. നിങ്ങൾ ഈ വഴിക്കൊക്കെ വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരാനായിട്ട് നമ്മുടെ കാഞ്ചിയാർ വന്നിട്ട്
കക്കാട്ടുകട കാഞ്ചിയാറ് കട്ടപ്പന റൂട്ട് വരുമ്പോൾ എലപ്പാറ റൂട്ട് വരുമ്പോൾ കാഞ്ചിയാറ് അവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലൊരു വഴിയുണ്ട് പേഴുങ്കണ്ടം കയറി വന്നാൽ നമുക്ക് ഈ ഭാഗത്തേക്ക് വരാൻ പറ്റും കേട്ടോ. നമ്മുടെ വണ്ടിയൊക്കെ റോഡിൽ പാർക്ക് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ വണ്ടി നമുക്ക് കുറച്ച് താഴോട്ടൊക്കെ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് വണ്ടി വഴി വെക്കാനേ പറ്റുള്ളൂ. അവിടെ നിന്ന് ഒരു 1.5-2 കിലോമീറ്റർ നമുക്ക് ഇങ്ങോട്ട് നടക്കാനുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ എളുപ്പമാണ്, ചെറിയ ഇറക്കമാണ്. അങ്ങോട്ട് കയറി പോകുമ്പോൾ ചെറിയൊരു കയറ്റമുണ്ട് കേട്ടോ. ചെറിയ കയറ്റമല്ല, ആ വഴിയിലെത്തുന്നവർ ചെറിയൊരു കയറ്റമുണ്ട്. മടുപ്പൊന്നുമില്ല, നമുക്ക് കയറി പോകാവുന്നേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the